മേക്കിങ്ങും ഇന്റർവെല്ലിന് ശേഷം പടം നമ്മളെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോവാണ്. ആണോ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. ആൾക്കാരെ ഞെട്ടിച്ച ഒരു പ്രകടനം, എന്താ പറയുന്നത്, ഇന്നത്തെ ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. മേക്കിങ്ങും ഇന്റർവെല്ലിന് ശേഷം പടം നമ്മളെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോവാണ്. നമ്മളവിടെ കോരിത്തെരിച്ച് ഇരുന്നു പോവാണ് പടം കാണുന്നത്. നമ്മൾ വേറെ ഏതോ ലോകത്താണ്. ആ പടത്തിൽ നമ്മളും കൂടെ മുഴുകിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, കിട്ടില്ല മൂവി. അതിൻ്റെ മേക്കിങ്ങും ഋഷഭ് ഷെട്ടീൻ്റെ ആ പെർഫോമൻസൊക്കെ എടുത്തു പറയണം. ആ പുള്ളി വേറെ ലെവലാണ്. ആ ദേശീയ അവാർഡ് കൊടുത്തതിലൊക്കെ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിനാണ് കൊടുത്തത്, അല്ലാതെ വേറൊരു ഇതിനുമല്ല. അത്രയും കിഡിലം പെർഫോമൻസാണ്. എടുത്തു പറയേണ്ട പെർഫോമൻസും മേക്കിങ്ങും എല്ലാം കൊണ്ട് 1000 കോടിക്ക് മുകളിലാണ്, ഒന്നും നോക്കാനില്ല. ജയറാമിൻ്റെ റോള് കുഴപ്പമില്ല, ഒരു വലിയ റോളെന്നല്ല, വലിയൊരു പടത്തിലൊരു പ്രധാന കഥാപാത്രം തന്നെയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. VFX ഒക്കെ എടുത്തു പറയേണ്ടതാണ്, നന്നായിട്ടുണ്ട്. അതേപോലെ ഇതിലെ നായിക നല്ല പെർഫോമൻസാണ്. പക്ഷേ ഋഷഭ് ഷെട്ടിയുടെ മുമ്പിൽ ഇവരെല്ലാം നിഷ്പ്രഭമായി പോകും, അത്രക്കും പെർഫോമൻസാണ്. മിത്തൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇപ്പോഴത്തെ തലമുറ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. എനിക്കിഷ്ടമായിരുന്നു. ജയറാം വേറെ ലെവലിലേക്ക് മാറിയിട്ടോ, നല്ല രസമുണ്ടായി. വേറെ ലെവല് പടം, വേറെ ലെവല് പടം. ഇത് കാന്താര 1 ഇതാണെങ്കിൽ കാന്താര 2 വേറെ ലെവല്, മൊത്തത്തിൽ വേറെ ലെവല് പടം. കാന്താര ആദ്യത്തെ ഭാഗം നമ്മളൊരു ചെറിയ ഒരു പടമായിട്ട് വന്നിട്ടാണെങ്കിലും ഇത് സെക്കൻഡ്, ഇത് ചാപ്റ്റർ 1 ഒന്നുമില്ല. ആൾക്കാരെ ഞെട്ടിച്ച ഒരു പ്രകടനം, എന്താ പറയുന്നത്, ഇന്നത്തെ ഒരു ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. പെർഫോമൻസ് ഒന്നും പറയാനില്ല. നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ ജയറാമേട്ടൻ വരെ ഈ സിനിമയിലുണ്ട്. ഗംഭീര പ്രകടനം. അതുപോലെ തന്നെ രുക്മിണി വസന്ത്, എല്ലാ ആക്ടേഴ്സും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. എല്ലാ സീക്വൻസും ത്രില്ല്, ഒരു ശകലം പോലും ലാഗടിക്കാത്ത രീതിയിൽ ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ പടം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും സൂപ്പർ ഹിറ്റ് ആയിരിക്കും, അടുത്തൊരു സൂപ്പർ ഹിറ്റ് പടമായിരിക്കും. തിയേറ്ററിൽ തന്നെ മസ്റ്റ് കണ്ട പടമാണ്. അത്രയ്ക്ക് പൈസയാണ്. ആദ്യത്തെ ഭാഗം ഒരു ചെറിയ ബഡ്ജറ്റാണ്. അതിൻ്റെ ഒരു 10 ഇരട്ടി മുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് 10 ഇരട്ടി പൈസ ഇതിനകത്ത് മുടങ്ങിയിട്ടുണ്ട്. ഒരു വിഷ്വൽ ട്രീറ്റ്, വേറെ ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫും കൊള്ളാം. ക്യാമറ റോളിംഗ് കൊള്ളാം, പുള്ളി. ഈ സിനിമ തുടക്കം മുതലേ ആ ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഒരു കാലഘട്ടം സെറ്റ് ചെയ്യുന്നതിൽ മുതൽ ടെക്നിക്കൽ സൈഡ് മുതൽ VFX മുതൽ എല്ലാത്തിലും വളരെയധികം മികച്ചു നിന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. വളരെയധികം സിനിമാറ്റിക് മൊമെൻറ്റ്സ് ഉള്ള സിനിമയാണ് അത്. പിന്നെ അത് ആ തിയേറ്ററിനകത്ത് എങ്ങനെ ആൾക്കാരിൽ ചലനം ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള ഭയങ്കര എലിവേഷൻ സീനുകളുണ്ട്. അത് ഇൻ്റർവെൽ ബ്ലോക്കുകളാണെങ്കിലും അതുപോലെ തന്നെ ബാക്കി അതിനകത്തുള്ള ആക്ഷൻ രംഗങ്ങളായാലും എല്ലാത്തിലും ഒരു വോവ് ഫാക്ടർ ഈ സിനിമ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്, മേക്കിംഗ് ലെവലിലെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ആണോ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. ഇതൊന്നുമല്ല, അതിൻ്റെയൊക്കെ മുകളിൽ പോയി. ടെക്നിക്കൽ സൈഡായാലും ഏത് സൈഡ് എടുത്ത് നോക്കിയാലും ആക്ടിങ് വൈസ് അയ്യോ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. സോങ്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം, ടെക്നിക്കൽ സൈഡ്, VFX, ജറാമെല്ലാം പൊളി. ഒരു രക്ഷയില്ല പടം. റിപ്പീറ്റ് അടിച്ചോ? അയ്യോ മച്ചാ, വേറെ ലെവല് പടം പറയണ്ട, അത് കണ്ടു പോകുക. നമുക്കറിയാം കാന്താര ആദ്യം ഒരു തിരക്കുണ്ടായില്ല, പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഹിറ്റായ ഒരു പടമാണ് നമ്മുടെ കാന്താര. അതേപോലെ തന്നെ ഈ ഒരു സിനിമയും മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് നല്ല ലെവലിലേക്ക് എത്തുന്നു തോന്നുന്നുണ്ട്. 1000 കോടി 2000 കോടി അങ്ങനെയല്ല, എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടാമെന്നുള്ള സംഭവമാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ഋഷഭ് ഷെട്ടിയുടെ റിട്ടേൺ നല്ല രീതിയിൽ തന്നെ ആൾ എഴുതി വെച്ചിട്ടുണ്ട്. ഡയറക്ഷൻ അടിപൊളിയാണ്, പെർഫോമൻസ് ഒരു രക്ഷയില്ല. പുള്ളിക്ക് വേണ്ടിയുള്ളൊരു, അത് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണിത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് മസ്റ്റായിട്ട് കാണേണ്ട ഒരു മൂവിയാണ്, എപ്പിക് മൂവിയാണ്. ക്ലൈമാക്സ് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചം വന്നു. നിങ്ങൾക്കും ആ ഫീൽ കിട്ടുന്നത് എനിക്ക് ഉറപ്പാണ്, 100% ഷുവറാണ്. ക്ലൈമാക്സ് അത്രയും എന്താ പറയുക, അത്ര ഇതാണ്, എപ്പിക് സാധനമാണ്. ജയറാമേട്ടൻ ഇതിനകത്ത് അടിപൊളിയായിരുന്നു. കാരണം ഇപ്പോൾ പുള്ളി ഇപ്പോൾ അന്യഭാഷയിൽ പോകുമ്പോൾ ഒരു കോമാളി റോളെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കളിയാക്കാറുണ്ട് പല സിനിമയിലും. പക്ഷേ ഇതിനകത്തൊരു നല്ല റോള് കിട്ടിയെന്ന് പറയാം. കാരണം ആദ്യ അവസാനം ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്ക്രീൻ പേസ് ഉള്ള ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു പുള്ളിയുടെ. ഒരു നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് വന്നു പുള്ളിയുടെ പെർഫോമൻസ്. പിന്നെ അതുപോലെ എടുത്തു പറയാവുന്ന ഒരു സംഭവമാണ് ജയറാമേട്ടനെ യൂസ് ചെയ്തത്. അതായത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള മിക്ക
ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ജയറാമേട്ടൻ മിക്ക പടത്തിലും ഒരു സൈഡാക്കിയിട്ട് നമ്മുടെ വളരെ എന്താണ് നമ്മുടെ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം എന്ന് പറയുന്ന നമ്മുടെ ടോപ്പ് 4 നിരയിൽ നിൽക്കുന്ന ഒരു നയനെ പല പടങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്, സൈഡാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അതിഗംഭീരമായ റോളാണ്, പവർഫുള്ളായ റോളാണ്. അതൊരുപക്ഷെ നമ്മൾ മലയാളത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ജയറാമേട്ടൻ്റെ ചില ഭാവങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടു. ആ കൂടുതൽ പറഞ്ഞ സ്പോയിലറായി പോകും. വളരെയധികം തിയേറ്ററിനകത്ത് എൻജോയ് ചെയ്തു. നമ്മുടെ ഒരു മലയാള നടൻ ഇങ്ങനെ പെർഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഋഷഭ് ഷെട്ടിക്ക് സാധിച്ചു.